ഇതിന് മുമ്പ് ഇതേപോലെ ആഘോഷിക്കുന്നത് കണ്ടത് ഈ ചൈനയിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ്. ചൈനയിൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആൾക്കാർ കണക്കില്ലാതെ മരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറയാൻ തുടങ്ങി അത് ചൈനയ്ക്ക് മുസ്ലിങ്ങളെ അവിടെ സിൻജിയാങ് റീജൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയ്ഗൂർ മുസ്ലിംസിനെ കണക്കില്ലാതെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ആ പറയുന്നതിൽ വളരെ സത്യമുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര അതികർക്കശമായ നിയമങ്ങളാണ് ചൈന. പള്ളി പൊളിച്ചു കളയുന്നു, ഈ ഖുർആൻ പബ്ലിക്കായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല, മുഹമ്മദിന് പേരിടാൻ പാടില്ല, മുഹമ്മദ് എന്നുള്ള പേര് പാടില്ല, പിന്നെ ഈ ഖുർആൻ പബ്ലിക്കായിട്ട് ഒരിക്കലും കൊണ്ടു നടക്കാൻ പാടില്ല, പിന്നെ വീടുകൾക്ക് പച്ച നിറത്തിൽ പെയിന്റ് അടിക്കാൻ പാടില്ല, പിന്നെ ഇവരെ ഈ ഡീറാഡിക്കലൈസേഷൻ എന്നും പറഞ്ഞൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തിന്നാനായിട്ട് പോർക്ക് വരെ കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിലും അവർക്ക് വേറെ ഒരു രാജ്യം ചെയ്യാത്ത രീതിയിലുള്ള കർക്കശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കുഴപ്പമില്ലെന്ന് അവർ പറയുന്നത്. ചുമ്മാ ഇതിപ്പോ ഈ വെസ്റ്റേൺ മീഡിയയിലെ സംഖ്യകൾ നടത്തുന്ന ദുഷ്പ്രചരണം എന്ന് പറയുന്ന ആശാന്മാരും കേരളത്തിലുണ്ട്. അതെ. അപ്പോൾ അവിടെ ഈ പറയുന്ന സിൻജിയാങ് റീജിയനിലുള്ള ഉയ്ഗൂർ മുസ്ലിംസ് കുറെ പേര് സിറിയയിൽ വിപ്ലവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അതെ. എന്നിട്ട് അവരെ പിടിച്ചപ്പോൾ ഏതാണ്ട് പട്ടാളത്തിൽ ചില റാങ്കുകൾ കൊടുത്തു, ഉന്നത സ്ഥാനത്ത് നിയമിച്ചു. ചൈന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അവമാനിക്കലാണ്, ചൈന ചിലപ്പോൾ കയറി അടി കൊടുക്കാനും സാധ്യത. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്തൊക്കെയായാലും ഓഫ് കോഴ്സ് ചൈനയിൽ വളരെയധികം ഇൻജസ്റ്റിസ് ഉയ്ഗൂർ മുസ്ലിംസിനോട് ചെയ്യുന്നുണ്ട്. അവരെ അടിച്ചമർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പിന്നെ അവിടെ ചൈന ഒളിമ്പിക്സ് നടത്തിയ ആ പ്രാവശ്യം കുറേ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടായിരുന്നു അവർ. എന്നിട്ട് ഈ ഒളിമ്പിക്സ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും 4-5 പേരെ കൊന്നുകൊണ്ടിരുന്നു. ഈ എന്തെങ്കിലും പെരുന്നാളിൻ്റെയും കോഴിനെ കൊല്ലുന്ന പോലെ ഈ ഒളിമ്പിക്സിൻ്റെ ദിവസങ്ങളിൽ പലരെയും കൊന്നുകൊണ്ടിരുന്നു. കാരണം നിങ്ങൾ വേഷം എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഗതി എന്നുള്ള രീതിയിൽ ഈ പിടിച്ചുകൊണ്ട് പ്രശ്നക്കാരെ അവർ കൊന്നുകൊണ്ടേയിരുന്നു, ദിവസവും കൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചൈന കാട്ടിക്കൂട്ടുന്നത് ആർക്കും സഹിക്കാത്തതാണ്. അമേരിക്കയൊക്കെ അതിന് ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങൾക്ക് ആർക്കും വിരോധമില്ല. ഉയ്ഗൂർ മുസ്ലിങ്ങളൊന്നും ഇവിടെ ഒരുത്തരും മിണ്ടത്ത് പോലുമില്ല, ഒരിക്കലും പറയില്ല. അപ്പോൾ എന്തായാലും ചൈനയ്ക്ക് ദൈവം കൊടുത്ത അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത അടിയാണ് കോവിഡ് എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ അത് വ്യാപിച്ച് അറബി രാജ്യങ്ങളിലും വന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.